പ്രിയപ്പെട്ടവരെ, ഈലക്കം ആഴ്ചവട്ടം പാർട്ടിയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കിടയിലാണ് നിങ്ങളുടെ എല്ലാം മുന്നിലെത്തുന്നത്. ജില്ലാ സമ്മേളനത്തിൻ്റെമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയെയും സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2015 10 വർഷങ്ങൾക്ക് ശേഷം വടകരയിൽ അന്ന് ജില്ലാ സമ്മേളനം നടന്നതിന് ശേഷം വീണ്ടും ഒരു ദശകത്തിന് കാലത്തെ പോരാട്ടത്തിൻ്റെയും സംഘടനാ വളർച്ചയുടെയും എല്ലാം പശ്ചാത്തലത്തിൽ വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം വടകരയിൽ ജില്ലാ സമ്മേളനത്തിനായി വീണ്ടും നാം ഒത്തുചേരുകയാണ്. 2015 ജനുവരി മാസം 29, 30, 31 തീയതികളിലാണ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അന്ന് വടകരയിൽ വെച്ച് നടന്നിട്ടുള്ളത്. 21ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ വടകര സമ്മേളനം നടന്ന് ഒരു ദശകം പിന്നിടുമ്പോൾ വീണ്ടും 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ ജില്ലാ സമ്മേളനത്തിനായി കോഴിക്കോട് ജില്ലയിലെ 16 ഏരിയകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം പ്രതിനിധി സഖാക്കൾ വടകരയിൽ വീണ്ടും കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരിയുടെ നാമധേയത്തിലുള്ള സമ്മേളന നഗരിയിൽ ഒത്തുചേരുകയാണ്. സാർവദേശീയ തലത്തിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും തീവ്ര വലതുപക്ഷ ശക്തികൾ ഇന്നത്തെ സാർവദേശീയ പശ്ചാത്തലത്തിൽ രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം ഉയർത്തുന്ന ഭീഷണികളെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെ CPIM-നെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്കെതിരായി വിശാലമായ ജനകീയ ഐക്യം രൂപപ്പെടുത്താനുമുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ തീരുമാനങ്ങളാണ് സ്വാഭാവികമായും 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അതിൻ്റെ ഭാഗമായ വടകര നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ 1ാമത്തെ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഒരു ബഹുജന വിപ്ലവ സംഘടനയുമാണ് CPIM. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വടകര സമ്മേളനം നടന്നതിന് ശേഷം സംഘടനാ രംഗത്തും അതുപോലെ തന്നെ വിവിധങ്ങളായ വർഗബഹുജന മുന്നണികളുടെ മേഖലകളിലും പാർട്ടിയുടെ ശക്തിയും സ്വാധീനവുമെല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാൻ കഴിയും. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും CPIM-ന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ പാർട്ടിയുടെ ബഹുജന പിന്തുണ അത് ആഗ്രഹിച്ച നിലയിൽ പൂർണ്ണതയിലേക്ക് എത്താനായിട്ടില്ലെങ്കിലും വലിയ അളവിൽ വർദ്ധിപ്പിക്കുന്നതിലും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ വിവിധങ്ങളായ ഇടപെടലുകൾ നടത്തുന്നതിനും എല്ലാം പാർട്ടിക്ക് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. 2014 10 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വടകര സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ 2017 പാർട്ടി മെമ്പർഷിപ്പിൻ്റെ സ്കൂട്ടണി അനുസരിച്ച് സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ 31,811 അംഗങ്ങളാണ് CPIM-ന് കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നത്. അതിന് മുൻവർഷത്തെ അപേക്ഷിച്ച് 4,842 അംഗങ്ങളുടെ വർധനവ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ CPIM-ന്റെ ബഹുജന സ്വാധീനത്തിനനുസൃതമായ രീതിയിൽ പാർട്ടി അംഗത്വം ഉയർന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് വീണ്ടും വടകരയിൽ നാം ഒത്തുചേരുമ്പോൾ പാർട്ടി സമ്മേളനത്തിനായി ഒത്തുചേരുമ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് 55,624 ഇന്ന് ഉയർന്നിട്ടുണ്ട്. നല്ല തോതിലുള്ള വർധനവ് പാർട്ടി അംഗത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ജില്ലയിലെ CPIM-ന്റെ ബഹുജന സ്വാധീനത്തിനനുസൃതമായ നിലയിലുള്ള വർധനവ് പാർട്ടി അംഗത്വത്തിൽ പാർട്ടി വിപുലീകരണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാവില്ല. വളരെ പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ടും പാർട്ടിക്കെതിരായ അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചാരവേലകളെ നേരിട്ടുമാണ് ഈ കാലയളവിൽ പാർട്ടി മറ്റെല്ലായിടത്തും എന്ന പോലെ കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ ബഹുജന സ്വാധീനം ഉറപ്പിച്ചു നിർത്തിയതും അതുപോലെ സംഘടനാ രംഗത്ത് അഭിമാനകരമായ വളർച്ച ഉണ്ടാക്കിയിട്ടുള്ളതും എന്ന കാര്യം പ്രത്യേകം കാണേണ്ടതുണ്ട്. ഈ ഒരു സമ്മേളന കാലയളവിൽ ഇക്കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തിനിടെ ആ കാലയളവിൽ
ജില്ലയിലെ പാർട്ടി അംഗത്വത്തിൽ ഇപ്പോൾ വടകര സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ജില്ലയിലെ പാർട്ടി അംഗസംഖ്യയിൽ 27.07% വനിതകളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന് ജില്ലാ കേന്ദ്രത്തിൽ അവർക്ക് ഒരു ആഫീസ് ഉണ്ടാക്കാൻ, സൗകര്യപ്രദമായ ഒരു ആഫീസ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നാമധേയത്തിൽ സ്വന്തമായി പടുത്തുയർത്തുന്നതിന് അവർക്ക് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. വനിതകൾക്കിടയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആഫീസാണ് ഇത് എന്നും എടുത്തു പറയേണ്ടതുണ്ട്. ഇതേ കാലയളവിലാണ് കോഴിക്കോട് നോർത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, അതുപോലെ പയ്യോളി, താമരശ്ശേരി തുടങ്ങിയിട്ടുള്ള ഏരിയ കമ്മിറ്റികൾക്ക് സ്വന്തമായ ആഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതും പാർട്ടിയുടെ വളർച്ചയുടെ, ജില്ലയിലെ പാർട്ടി വളർച്ചയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ദേശീയ അധികാരത്തിലിരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയെ തുറന്നു കാണിക്കാനും അതിന് ഇരകളാവുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്. അത്തരം ജനവിഭാഗങ്ങളുടെ പ്രതിരോധങ്ങൾ ഉയർത്താനും ജില്ലയിലെ പാർട്ടി മുൻകൈയെടുത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായ കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുൻകൈയിൽ ഒട്ടേറെ സവിശേഷമായ ഇടപെടലുകൾ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ തന്നെ മനുവാദ നിലപാടുകളിൽ നിന്ന് പൗരത്വ ഭേദഗതി നിയമ ഭേദഗതി അടിച്ചേൽപ്പിക്കുന്നതിന് എതിരായി, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരായി എല്ലാം അതിശക്തമായ പ്രതിരോധം, ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്കെതിരായി, അതേപോലെ തന്നെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും എല്ലാം ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വിപുലമായ ക്യാമ്പയിനുകൾ കോഴിക്കോട് കേന്ദ്രമായി ഈ കാലയളവിൽ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള വഴികളിലൂടെ നമ്മുടെ പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനാ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതും അതിൻ്റെ മുൻകൈയിൽ നിരവധി ക്യാമ്പയിനുകൾ ഇക്കാലയളവിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും. അത് സംസ്ഥാനത്ത് തന്നെ CPIM-ന്റെ പാർട്ടിയുടെ മുൻകൈയിൽ നടന്ന ശ്രദ്ധേയമായ ഇടപെടലുകളായിട്ടാണ് മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതേപോലെ സാർവദേശീയ തലത്തിൽ പലസ്തീൻ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അത്തരം വിഷയങ്ങൾ സാർവദേശീയ തലത്തിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സന്ദർഭങ്ങളിൽ ശക്തമായ പ്രചരണങ്ങളും, അതുപോലെ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ക്യാമ്പയിനുകളും കോഴിക്കോട് ജില്ലയിൽ അതിവിപുലമായ ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമെടുത്ത് പറയേണ്ടത് തന്നെയാണ്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നമ്മുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിനുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയും. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സ്ത്രീധനം ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകൾക്കുമെതിരായി വിവിധ സാംസ്കാരിക സംഘടനകളെയും ബഹുജന സംഘടനകളെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളും കോഴിക്കോട് ജില്ലയിൽ ഈ കാലയളവിൽ നടത്തുന്നതിന് നമുക്ക് നമ്മുടെ മുൻകൈയിൽ സംഘടിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നവോത്ഥാന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി എല്ലാ തലങ്ങളിലും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്താനും എഴുത്തുകാർ, അതുപോലെ കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, ഇത്തരം മേഖലകളിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്ന അനേകം ആളുകളെ ഏകോപിപ്പിച്ച് നവോത്ഥാന സംരക്ഷണ സമിതി ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയ ഇടപെടലുകൾ ഇക്കാലയളവിലെ CPIM-ന്റെ ജില്ലയിലെ മുന്നോട്ട് പോക്കിന് ഏറെ സഹായകരമായ ഘടകങ്ങളാണ് എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവിധത്തിലുമുള്ള വലതുപക്ഷ പ്രചാരവേലകളെ, വലതുപക്ഷ ശക്തികൾ നടത്തുന്ന തെറ്റായ പ്രചാരവേലകളെയും അതുപോലെ കടന്നാക്രമണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടിനെതിരായ അതിശക്തമായ പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും പാർട്ടിക്ക് ജനമനസ്സുകളിൽ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ ഈ കാലയളവിൽ ഒരു അളവോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജന്മഗ്രഹമാണ് കോഴിക്കോട്.
കോഴിക്കോടിൻ്റെ ചരിത്ര പ്രാധാന്യത്തെയും സാമൂഹ്യ പശ്ചാത്തലത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ പാർട്ടി ഈ ഒരു കാലയളവിൽ അഭിമാനകരമായ ഇടപെടലുകളും മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം വളർച്ചയ്ക്ക് കോഴിക്കോട് മണ്ണൊരുക്കിയത് ആധുനിക ഉൽപാദന ശക്തികളുടെ പിറവിയോടെയാണ് എന്നത് വസ്തുതയാണ്. അതോടെ ആധുനിക തൊഴിലാളി വർഗവും ഇവിടെ ജന്മമെടുക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിലും എല്ലാം വളർന്നു വന്ന കർഷക പ്രക്ഷോഭങ്ങളും തൊഴിലാളി സമരങ്ങളുമാണ് ദേശീയ പ്രസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് ചിന്താധാരയെ ബലപ്പെടുത്തിയത് എന്നുള്ളതാണ് വസ്തുത. ജാതിവിരുദ്ധ സമരങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന മുന്നേറ്റങ്ങളും കോഴിക്കോടിൻ്റെ മണ്ണിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയത്. ഇത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്കും വലിയ അളവിൽ കരുത്തും പ്രചോദനവുമായി മാറിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഈ ഒരു അനിവാര്യമായ സന്ധിയിലാണ്, ഒരു ഘട്ടത്തിലാണ് 1937 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം കോഴിക്കോട്ട് വെച്ച് രൂപീകരിക്കപ്പെടുന്നത്. ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല നിലവിൽ വരികയായിരുന്നു. 1957 അധികാരത്ത് വന്ന EMS സർക്കാരാണ് കോഴിക്കോടിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള വികസനത്തിനും വളർച്ചയ്ക്കുമെല്ലാം അടിത്തറ പാകിയത്. ബേപ്പൂർ മുതൽ പൂഴിത്തല വരെ നീണ്ടുകിടക്കുന്ന 71 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശം കോഴിക്കോട് ജില്ലയുടെ ഒരു സവിശേഷത തന്നെയാണ്. 2011 സെൻസസ് പ്രകാരം 30,89,541 ജില്ലയിലെ ജനസംഖ്യ. അതിൽ 14,73,028 പുരുഷന്മാരും 16,16,515 സ്ത്രീകളുമാണ്. 4 താലൂക്കുകളും അതുപോലെ 117 വില്ലേജുകളുമുള്ള ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. 13 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. 70 ഗ്രാമപഞ്ചായത്തുകളും 12 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്തുമാണ് ഇവിടെയുള്ളത്. 7 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനുമുണ്ട്. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ജനസംഖ്യയിൽ നിർണായകമായി നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഈ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സംഘടനാപരമായി വേണ്ടത്ര സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ വിദേശ ബന്ധമുള്ള തീവ്രവാദ സംഘടനകളുടെയും എല്ലാം ഇടപെടലുകൾ മുസ്ലിം ജനവിഭാഗങ്ങളെ CPM-ലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. വിദേശ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ചാരിറ്റബിൾ സംഘടനകളിലൂടെ മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വർഗീയ ശക്തികളും ശ്രമം തുടരുന്ന അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ദേശീയവും സാർവദേശീയവുമായ സംഭവവികാസങ്ങളെ വർഗീയ താല്പര്യത്തോടെ ഉയർത്തിക്കൊണ്ടുവന്ന് മതപൗരോഹിത്യത്തിൻ്റെ സഹായത്തോടെ വ്യത്യസ്ത സമുദായ സംഘടനകളെ ഏകോപിപ്പിച്ചും മുസ്ലിം ജനവിഭാഗങ്ങളെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടുള്ള അത്തരം വിഭാഗങ്ങൾ ആഭിമുഖ്യം പുലർത്തുന്നത് ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. മലബാറിലെ സവിശേഷമായ സാഹചര്യത്തെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയം ഉപയോഗിച്ചും ചൂണ്ടിക്കാണിച്ചുമാണ് പലപ്പോഴും ഭൂരിപക്ഷ മതവിശ്വാസികളിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വലതുപക്ഷ ശക്തികൾ ശ്രമം നടത്തുന്നത്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ ചില സംഘടനകളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണവും അതുപോലെ മതവിശ്വാസികളെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ വിവിധ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കടന്നു ചെല്ലാൻ സജീവമായി നമുക്ക് ഇടപെടാനാവേണ്ടതുണ്ട്. മതവിശ്വാസത്തെയും വർഗീയതയെയും എല്ലാം ഏകോപിപ്പിച്ച് ഒന്നിച്ചു കാണുന്ന യാന്ത്രിക നിലപാടുകൾ മാറ്റി മതവിശ്വാസികളെ കൂടി വർഗബഹുജന മുന്നണികളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി അണിനിരത്താൻ നമുക്ക് കഴിയണം. ഇത്തരം വിഭാഗങ്ങൾക്കിടയിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ ഏറ്റെടുത്ത് പ്രവർത്തന നിരതരാകുന്നത് വഴി മാത്രമേ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയൂ. ഇതേപോലെ കുട്ടികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ സ്ത്രീകൾക്കിടയിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തി പ്രവർത്തനം സജീവമാക്കേണ്ടതുണ്ട്. ആഗോളവൽക്കരണം സൃഷ്ടിക്കുന്ന അരാഷ്ട്രീയവൽക്കരണവും കമ്പോള സംസ്കാരവും പുതിയ തലമുറയെ എല്ലാവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്ന വസ്തുത നാം കാണണം.
മത പുനരുദ്ധാന ശക്തികളും അതേപോലെ തന്നെ വിപണി സംസ്കാരവും സ്ത്രീകളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ദുരിതങ്ങളിലേക്ക് നയിക്കുകയാണ്. ലൈംഗിക ആക്രമണങ്ങളുടെ ഇരകളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ. ഇത്തരം പ്രതിലോമകരമായ സംസ്കാരത്തെ പ്രതിരോധിക്കുന്നതിന് കഴിയുന്ന അതിശക്തമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. മൂലധന ശക്തികൾക്കെതിരായ സർവതല സ്പർശിയായ പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധം പാർട്ടി അംഗങ്ങൾക്കും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ബഹുജനങ്ങൾക്കുമെല്ലാം നൽകുന്നതിന് ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ബോധവൽക്കരണത്തെയും ആശയപ്രചരണത്തെയും എല്ലാം ലക്ഷ്യമാക്കി സാംസ്കാരിക രംഗത്ത് ശക്തമായി നമുക്ക് ഇടപെടാനാവണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടം എല്ലാ തലത്തിലും ശക്തിപ്പെട്ടു വരികയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രവർത്തന നിരതരായ അംഗങ്ങളാണ് പാർട്ടിയിൽ ഉണ്ടാവേണ്ടത്. ജനങ്ങളുടെ സംഘാടകനും നേതാവുമായി CPIM-ന് പാർട്ടി സ്വയം വളരുന്നത് വർഗഭോജന സംഘടനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആണ്, അല്ലെങ്കിൽ അത്തരം സംഘടനകളെ ശക്തിപ്പെടുത്തുമ്പോഴാണ്. ബഹുജനങ്ങളിലെ അനുഭവങ്ങളിലൂടെയും ബഹുജന പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങളിലൂടെയും വർഗബോധത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പ്രവർത്തന രീതിയും ശൈലിയും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ കാഴ്ചപ്പാടോടെ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ സംഘടന നേരിടുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം പരിശോധിക്കുകയും പരിഹാരം തേടുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരമൊരു ദിശയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള രാഷ്ട്രീയ സംഘടനാപരമായ കരുത്ത് വടകരയിൽ ചേരാനിരിക്കുന്ന മറ്റന്നാൾ ആരംഭിക്കാനിരിക്കുന്ന സമ്മേളനം, ജില്ലാ സമ്മേളനം പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോർപ്പറേറ്റ് വർഗീയ അജണ്ടക്കെതിരായ പോരാട്ടങ്ങൾക്കും അതോടൊപ്പം നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഇടപെടലുകൾക്കും കരുത്തു പകരുന്നതായിരിക്കും വടകര സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.